കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ്. വയനാട്ടിൽ ദുരന്തബാധിതർക്ക് വീട് വെക്കാനെന്ന് പറഞ്ഞ ലീഗ് വാങ്ങിയ ഭൂമി വീണ്ടും വിവാദത്തിൽ. ഭൂമി തോട്ടം ഭൂമിയല്ലെന്ന് തെളിയിക്കാൻ രേഖകളുണ്ട് എന്ന ലീഗിന്റെ വാദം ന്യായീകരണമൊക്കെ പൊളിയുകയാണ്. പി ജോഷില വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. ജോഷില, തോട്ടഭൂമിയാണ് എന്ന് തെളിയിക്കാനുള്ള ഒരു രേഖകളും ഇതുവരെ, അവരുടെ വാക്കുകളിൽ അല്ലാതെ ഒരു രേഖകളിലും ഇതുവരെയും കാണിക്കാനോ തെളിയിക്കാനോ ലീഗിനായിട്ടില്ല. കൊല്ലങ്കോട് മൊയ്തു എന്താണ് പറയുന്നത്? മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായി ലീഗ് വാങ്ങിയ ഭൂമി തോട്ടം ഭൂമിയാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട്, തൃക്കൈപ്പറ്റ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടപ്പോൾ ലീഗ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവർ പറഞ്ഞത് തോട്ടം ഭൂമിയല്ല ഞങ്ങൾ വാങ്ങിയത്, അത് തെളിയിക്കാനുള്ള രേഖകൾ മുഴുവൻ ഞങ്ങളുടെ കൈവശമുണ്ട്. താലൂക്ക് ലാൻഡ് ബോർഡ് ഈ രേഖകളൊക്കെ തന്നെ ഹാജരാക്കാൻ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഈ രേഖകൾ താലൂക്ക് ലാൻഡ് ബോർഡിന് മുന്നിൽ ഹാജരാക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ താലൂക്ക് ലാൻഡ് ബോർഡിന് മുന്നിൽ ഇവർ രേഖകളൊന്നും ഇതുവരെ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, 19-ാം തീയതി 10 ദിവസത്തെ അവധിയാണ് ഇതിനായി ചോദിച്ചിരിക്കുന്നത്. ഈ അവധി ചോദിക്കുമ്പോഴും മറ്റൊരു കാര്യം കൂടി പുറത്തു വരികയാണ്. താലൂക്ക് ലാൻഡ് ബോർഡിൽ കല്ലങ്കോട് മൊയ്തു എന്ന് പറയുന്ന ആൾ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ, തൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ട രേഖകൾക്കായി താലൂക്ക് ലാൻഡ് ബോർഡിൽ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. കല്ലങ്കോട് മൊയ്തുവിൻ്റെ കയ്യിൽ നിന്നാണ് ലീഗ് ഈ ഭൂമി വാങ്ങിയത്. 3 ഏക്കർ ഭൂമി ഇതുവരെ ഇല്ലാത്ത, കഴിഞ്ഞ വർഷം അവിടെ 22,956 രൂപ സെന്റിന് വെച്ച് വിറ്റ ഭൂമിയാണ് ഇപ്പോൾ 1,20,000 രൂപ സെന്റിന് വെച്ചുകൊണ്ട് കല്ലങ്കോട് മൊയ്തു ലീഗിന് വിറ്റിരിക്കുന്നത്. അതും ദുരന്തബാധിതരുടെ ഭവന പദ്ധതിക്കായി വിറ്റിരിക്കുന്നത്. ഈ കല്ലങ്കോട് മൊയ്തു ആരാണെന്ന ചോദ്യത്തിനാണ് മറ്റൊരു ഉത്തരം ലഭിക്കേണ്ടത്. ലീഗിന്റെ ഭവന നിർമ്മാണ ബോർഡിൽ, ഭവന നിർമ്മാണ സമിതിയുടെ അംഗമാണ് കല്ലങ്കോട് മൊയ്തു. അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവാണ്. ഇത്തരത്തിൽ ഉള്ള ബന്ധങ്ങളൊക്കെ വെച്ചുകൊണ്ട് മറ്റ് ഭൂമികൾ ഒക്കെ തന്നെ ഇവിടെയുള്ള ലീഗ് നേതൃത്വം കാണിച്ചു കൊടുത്തപ്പോൾ അതൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ ഇതൊക്കെ തന്നെ നിഷേധിച്ചത്, പല നിയമപ്രശ്നങ്ങളും പറഞ്ഞ് നിഷേധിച്ചത് കല്ലങ്കോട് മൊയ്തുവായിരുന്നു. കാരണം ഇദ്ദേഹം ഭവന നിർമ്മാണ സമിതിയിൽ വരുന്നത് തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളുടെ നിയമപരമായ കാര്യങ്ങൾ നോക്കാനാണ് എന്നുള്ള പേരിലാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള നല്ല ഭൂമികൾ പലതും കാണിച്ചു കൊടുത്തിട്ട് പോലും, സ്ഥലം പലതും കാണിച്ചു കൊടുത്തിട്ട് പോലും കല്ലങ്കോട് മൊയ്തു ഇതൊക്കെ തന്നെ ഒഴിവാക്കുകയായിരുന്നു. എന്നാൽ തൻ്റെ ഭൂമി തന്നെ 3 ഏക്കർ സ്ഥലം 1,20 ലക്ഷത്തിന് വിൽക്കുന്ന അവസ്ഥ കൂടി ഉണ്ടായി. ഈ ഭൂമിയാണ് തോട്ടം ഭൂമിയാണ് എന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ രേഖകൾ ഹാജരാക്കണം എന്നുള്ളതുമായ റിപ്പോർട്ട് വില്ലേജ് ഓഫീസർ കൊടുത്തത്, താലൂക്ക് ലാൻഡ് ബോർഡിന് കൊടുത്തത് ഞങ്ങൾ പുറത്തുവിട്ടത്. ഇതൊക്കെ തന്നെ പറയുമ്പോഴും ലീഗുകാർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ കയ്യിൽ ഇതിൻ്റെയൊക്കെ രേഖകളുണ്ട്, തോട്ടം ഭൂമിയല്ല എന്ന് തെളിയിക്കുന്നത്. എന്നാൽ ലീഗിൻ്റെ ഈ അവകാശവാദങ്ങളൊക്കെ തന്നെ പൊളിയുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കല്ലങ്കോട് മൊയ്തു തന്നെ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾക്ക്, തൻ്റെ കയ്യിൽ ഈ രേഖകളൊന്നും ഇല്ല എന്ന് തെളിയിക്കുന്ന കാര്യമാണ് ഉടമസ്ഥൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ രേഖകളും അതുപോലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തനിക്ക് ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ കല്ലങ്കോട് മൊയ്തു. അതും താലൂക്ക് ലാൻഡ് ബോർഡ് ഓഫീസിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രേഖകൾ ഹാജരാക്കണം എന്ന് പറഞ്ഞ ഓഫീസിൽ തന്നെയാണ് ഇത്തരത്തിൽ രേഖയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് കല്ലങ്കോട് മൊയ്തു അപേക്ഷ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടുകൂടി ലീഗിൻ്റെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ്. യെസ്.